സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് ഇത്തവണത്തെ ഓണം വ്യത്യസ്തമുള്ള ഓണമാണ്. മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം. ഒപ്പം ഒരു ഗായകനായുള്ള ഒരു ആൽബം ഓണപ്പാട്ടുകൾ ഇറക്കി അതിലൂടെ വൈറലായ ഒരു മന്ത്രി എന്ന നിലയിലും ഇത്തവണത്തെ ഓണം വളരെ വിശേഷപ്പെട്ടതാണ്. മാവടിയിലായിരുന്നു കൊട്ടാരക്കര. അവിടെ ഓണം എന്ന് പറയുമ്പം കൊച്ചുനാളിലെ ഓണം, വളരെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം വീട്ടിലെല്ലാവരും സദ്യയൊക്കെ കൊണ്ട് ആഘോഷിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ബന്ധു വീടുകളിലേക്ക് പോകുക എന്നുള്ളത്. രണ്ടാവണവും മൂന്നാവണവും ഒക്കെ ബന്ധുക്കളുടെ വീടുകളിലാണ്. കുറച്ചും കൂടെ വലുതായപ്പോഴത്തേക്ക് ഓണം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ നാട്ടുമ്പുറത്തെ ക്ലബിലൊക്കെ പോയി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, സമ്മാനം വാങ്ങിക്കുക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. എന്നാലും അതൊക്കെ രസമാണ്. അങ്ങനെ നടക്കുക. ഇച്ചിരിയും കൂടെ വലുതായപ്പോഴത്തേക്ക് പിന്നെ കൂട്ടുകാരുടെ കൂടെ ഒറ്റയ്ക്ക് സിനിമയൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു തുടങ്ങിയതിന് ശേഷം ഓണം റിലീസാവുന്ന പടം ആദ്യത്തെ ദിവസം തന്നെ പോയി ഇടിച്ച് തിരക്കി ടിക്കറ്റ് എടുക്കും. ചിലപ്പോൾ പോകുമ്പോൾ ടിക്കറ്റ് കിട്ടത്തില്ല. എന്നാലും കറങ്ങി അവിടെയൊക്കെ 2 മണിക്കൂർ നടന്നിട്ട് വീണ്ടും അടുത്ത ഷോയ്ക്ക് വേണ്ടി ഇടിച്ച് എങ്ങനെയും ഒരു ടിക്കറ്റ് ഒപ്പിച്ചെടുത്ത് ആദ്യത്തെ ദിവസം തന്നെ ഓണം റിലീസ് കാണുന്ന ഒരു കുറച്ചുകൂടെ വലുതായ ഓണം. പിന്നത്തെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ MLA ആയി. ശരിക്കും ഒന്ന് ആഘോഷിക്കേണ്ട ഒരു ഘട്ടം എത്തിയപ്പോഴേ ഞാനങ്ങ് MLA ആയി. MLA ആയത് ഒരു കുഴപ്പമല്ല. MLA ആയപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി. പിന്നെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഓണാഘോഷ പരിപാടികളിൽ ഉദ്ഘാടകനൊക്കെ ആയി പോകുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആയപ്പോഴേക്കും കേരളത്തിലെ മൊത്തത്തിലുള്ള ഓണം നടത്തുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. മൊത്തത്തിലുള്ള ഓണത്തിന്റെ നടത്തിപ്പുകാരന്റെ റോളിലാണുള്ളത്. എൻ്റെ ഒരു വളർച്ചയും വളർച്ചയും നമുക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും ഈ ഗായകർക്ക് വലിയൊരു സ്വാധീനമാണ്, പ്രത്യേകിച്ചും ആൾക്കാരുടെ സ്വീകാര്യതയാണ്. അപ്പം ഈ പാട്ട് പാടാനുള്ള കഴിവ് എങ്ങനെയാണ് അത്? അല്ല, പാട്ട് അങ്ങനെ ഞാനിപ്പോഴും ഒരു പ്രൊഫഷണൽ സിംഗറൊന്നും അല്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് നമ്മളിലേക്ക് അടുപ്പിക്കാൻ, അവർക്ക് ആദ്യം പോയി നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ആരും കേൾക്കാനിരിക്കത്തില്ല. നമ്മൾ ക്ലാസ് ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ ആദ്യം പോയി ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 4 വരി പാടും. അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടും. ആ അറ്റൻഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം അവിടെ പറയും. അതായിരുന്നു ഒരു രീതി അന്ന്. അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള കാര്യങ്ങളില്ലെങ്കിൽ കുഴപ്പമാകും. അപ്പം നമ്മൾ പാടുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി തന്നെ. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഏറ്റവും പാടിയൊരു പാട്ട് ഓർമ്മയുണ്ടോ? എങ്ങനെ ഓണമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ക്ലബ്ബുകളിലൊക്കെയാണ്? അല്ല, ആദ്യം കോളേജിലെ പാട്ടാണ്. കോളേജിൽ ക്ലാസ്സിൽ കയറി നിന്ന് പാടുന്ന പാട്ട് സ്ഥിരം ഞാൻ കോളേജിൽ പാടുമായിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. ഈ ഓണമായിട്ട് വരുമ്പോഴത്തേക്ക് ഓണത്തിന് എപ്പോഴും മനസ്സിൽ നമ്മളറിയാം തരംഗിണിയുടെ യേശുദാസിന്റെ ഒക്കെ പാട്ടുകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഈ ഓണപ്പാട്ടുകൾ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരുന്നു? തരംഗിണിയുടെ ഓണപ്പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനേ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ, മുഖമൊട്ടു തളർന്നാലെന്തോ മനെ നിന്റെ മനം മാത്രം വാടരുതെന്നോ മനെ, മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ നിന്റെ ചിരിപ്പൂക്കൾ പാടരുതെന്നോ മനെ. ഈ ശബ്ദം എപ്പോഴും പറയാറുണ്ട്, ഒരു വേണുഗോപാലിന്റെ ശബ്ദമായിട്ടൊക്കെ ചെറിയ സാമ്യത ഉണ്ടെന്നൊക്കെ. അപ്പൊ വേണുഗോപാലിന്റെ പാട്ടുകളൊക്കെ എപ്പോഴും സ്റ്റേജുകളൊക്കെ പാടാറുണ്ട് അല്ലേ? വേണുചേട്ടന്റെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താനേ പൂവിട്ട മോഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. എന്തായാലും ഇങ്ങനെയൊക്കെ പാട്ട് പാടുക മാത്രമല്ല, ഇത്തവണത്തെ ഓണത്തിന് അടിച്ചു പൊളിച്ചു തന്നെയാണ് നമ്മുടെ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി. അതും ചെറുപ്പക്കാരനായുള്ള ഗായകനായിട്ടുള്ള ഒരു മന്ത്രി തന്നെ ഓണപ്പാട്ട് ഇറക്കുക. പൂവാലെ
അല്ലേ തുടങ്ങുന്ന തുമ്പപ്പൂവാലെ അതിന്റെ ഒരു എങ്ങനെയായിരുന്നു ആ തുടക്കം? അത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. കൊല്ലത്തുള്ള സജീവ്, ജോൺ വക്കീല്, സർക്കാരിൽ ജോലി ചെയ്യുന്ന സാബു, രാഹുൽ, അദ്ദേഹം ഒരു RJ ആണ്. അപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ടാണ് ഒരു പാട്ട്. ഞാൻ പറഞ്ഞു ഓണപ്പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു പാടിക്കും, അതാരെക്കൊണ്ടും നമുക്ക് നന്നായിട്ട് പാടിക്കാം, കാരണം ഓണത്തിനൊരു നല്ല പാട്ട് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയല്ല, നമുക്ക് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാവത്തില്ല, ഓണമൊക്കെ ആകുമ്പോൾ ആരെങ്കിലും നല്ലൊരാൾ പാടുന്നവരെ കൊണ്ട് പാടിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞു അല്ല, അത് ജേക്സ് ബിജോയ് സംഗീതം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ള സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. അപ്പോൾ BK ഹരിനാരായണൻ എഴുതും എന്നും പറഞ്ഞു. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അദ്ദേഹം എഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനും അറിയത്തില്ല ഇത് പാടാൻ പോകുന്നത് ഞാനാന്നുള്ള കാര്യം. അങ്ങനെ വേഗത്തിൽ ജേക്സ് അത് സംഗീതം ചെയ്തു, ചിട്ടപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചീഫ് ആയിട്ടുള്ള ഒരാൾ എന്നെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നു, പറഞ്ഞു തന്നു. അതൊരു 10 മിനിറ്റേ ഉണ്ടായുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. പിറ്റേ ദിവസം രാവിലെ അറിയാമല്ലോ, നമ്മൾ 7 മണിയാകുമ്പോഴേക്കും ഇറങ്ങും. അന്ന് രാവിലെ തിരുവനന്തപുരത്ത് മൊത്തം പരിപാടിയും കഴിഞ്ഞ് ഒരു ട്രെയിൻ ചാടി പിടിച്ച് തൃശ്ശൂർ ഒരു സാഹിത്യ അക്കാദമിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് രാത്രി മൊത്തം അലച്ചിലായിരുന്നു. രാത്രി 10 മണിയായപ്പോൾ എറണാകുളത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്ന് പാടിയതാണ്. പാടി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. ഇത് ആദ്യത്തെ അനുഭവമാണ് ഈ ട്രാക്കിട്ട് ഒരു പൂർണ്ണമായ രീതിയിൽ പാടിയേക്കുന്നത്. ഇങ്ങനത്തെ ഒരു പാട്ട് നേരത്തെ ഞാൻ ചെങ്ങന്നൂർ MLA ആയിരുന്നപ്പോൾ നമ്മുടെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അതിലൊരു പാട്ട്, ചെറിയൊരു പാട്ട്, അത് നമ്മുടെ നാട്ടിൽ തന്നെ അവരെല്ലാവരും ചെങ്ങന്നൂർ തന്നെ അത് റെക്കോർഡിങ് ചെയ്തു. ഈ രൂപത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടല്ലേ, ജേക്സ് ബിജോയ്, ഹരിനാരായണൻ, അങ്ങനെ അത്രയും വലിയ ആളുകളുടെ കൂടെ ഈ പാടുമ്പോഴേക്ക് ടെൻഷനൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. അതെ, ആദ്യത്തെ എല്ലാം ജേക്സിന്റെ അഖിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള പുള്ളിക്കാരൻ വന്ന് ഞങ്ങൾ തമ്മിൽ അത് എനിക്ക് പറഞ്ഞു തരാനാണ് വന്നത്. പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, എനിക്ക് പാടാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജേക്സ് വന്നു, ചില സ്ഥലങ്ങളിൽ കറക്റ്റ് ചെയ്തു, 1-2 തവണ വീണ്ടും പാടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടെ പ്രൊഫഷണൽ പാട്ടുകാർ വരുമ്പോഴും ഒത്തിരി തവണ പാടിയിട്ടാണ് ശരിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും അവരുടെ മുമ്പിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പകലേ തിരക്കുള്ളൂ, രാത്രി തിരക്കില്ല. നമുക്ക് നാളെ രാവിലെ വരെ സമയമുണ്ട്. എനിക്ക് അടുത്ത ദിവസം രാവിലെ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുതൽ ഇപ്പം ഉറങ്ങുന്നില്ല. ഇന്നലെ ഇവിടെ വന്നപ്പോഴും 2:30 മണിയായി. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ജോലികൾ തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അധികം എടുത്തില്ല, 2-2:30 ആയപ്പോഴത്തേക്ക് പാട്ട് ഫുള്ളായിട്ട് പാടി തീർന്നു. 10-10 തുടങ്ങി. അപ്പം ആ വരി നമുക്ക് എന്തായാലും ട്രാക്കിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും മന്ത്രി നേരിട്ട് പാടുന്ന കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണല്ലോ. പൂവാലേ തുമ്പപ്പൂവാലേ കളമെഴുതി മുറ്റം മാവേലി തമ്പ്രാനെത്താനേ ഇനി തിരുവോണം. പൂവാലേ തുമ്പപ്പൂവാലേ കളമെഴുതി മുറ്റം മാവേലി തമ്പ്രാനെത്താനേ ഇനി തിരുവോണം. കളിവില്ലോടെ പാടുന്നേ കനവൂഞ്ഞാലാടുന്നേ പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി മനമാകെ നിലാവായി ആഘോഷരാവായി ആകാശമാകെ ഓണക്കുടമാറ്റം. എന്തായാലും ഈ പറഞ്ഞ പോലെ മന്ത്രി എന്നുള്ള രീതിയിലും ഗായകൻ എന്ന രീതിയിലും ഒക്കെ കഴിവ് തെളിയിച്ച ഒരു യുവ നേതാവും കൂടിയാണ്. എന്തായാലും നാളെ തിരുവോണമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മഹാബലിയെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ജനങ്ങളോട് എന്താ നൽകുന്നത് ഒരു മന്ത്രി എന്ന രീതിയിലൊരു മലയാളി ഓണം എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടാണെങ്കിലും മലയാളി ഓണാവും, എല്ലാം മറക്കും, ചാടി ഇറങ്ങും. കോളേജ് ക്യാമ്പസിലൊക്കെ ജെൻസി ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം പോലെയാണ് പിള്ളേർ. അതിന് ജാതിയില്ല, മതമില്ല, സാമ്പത്തികമായ വ്യത്യാസങ്ങളില്ല, ആളുകൾ ഓണം ആഘോഷിക്കും. അപ്പോൾ തിരുവോണമാണ് വരാൻ പോകുന്നത്. തിരുവോണം നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉത്രട്ടാതി വള്ളംകളി വരെ നിൽക്കുന്നതാണ് ഓണം. പിന്നെയും ഉണ്ടാവും. ഞങ്ങൾ കൊല്ലത്താണെങ്കിൽ 28 ഓണം
കല്ലട വള്ളംകളിയാണ്. അതും കഴിഞ്ഞ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി November 1. അതാവുമ്പോഴാണ് നമുക്ക് താൽക്കാലികമായൊരു വിരാമം ഉണ്ടാകുന്നത്. അപ്പം ഉത്രാടത്തിന് തുടങ്ങിയാലും കൊല്ലത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ November 1 വരെ നീണ്ടു നിൽക്കുന്ന ഓണമാണ്. മറ്റു മേഖലയിലും അങ്ങനെയാണ്. പലർക്കും പല ദേശങ്ങളിൽ പല രൂപത്തിലുള്ള ആഘോഷങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ആണെങ്കിൽ ക്രിസ്തുമസിന്റെ ആഘോഷം തുടങ്ങുന്നതിന്റെ അന്ന് വരെ ഓണാഘോഷമാണ്. എന്താ ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? എല്ലാവരും എല്ലാ സംഘർഷങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാം, അതെല്ലാം മാറ്റിവെച്ച് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളിയെ ഒരുമിപ്പിക്കുന്ന ആഘോഷം. ആ ആഘോഷത്തെ അങ്ങനെ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ഒന്നാകുന്ന, ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്ന ആ കാലം അങ്ങനെ തന്നെ പോകട്ടെ. എന്തായാലും ആ ഒരു നല്ല നന്മ നിറഞ്ഞ ഒരു ഓണമാണ് എല്ലാവർക്കും നമ്മുടെ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ആശംസിക്കുന്നത്. എന്തായാലും ആ പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു ഗായകനായിട്ട് കൂടുതൽ അറിയപ്പെടട്ടെ, മന്ത്രി എന്ന രീതിയിൽ കൂടുതൽ തിളങ്ങട്ടെ. ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഓണാശംസകളാണ് നേർന്നുകൊണ്ടിരിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഷിജു മോഹൻ CS-നോടൊപ്പം വി. ശ്രീകുമാർ.